ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 1 മാസം മുതൽ 6 മാസം വരെ പ്രായമായ കുട്ടികളുടെ ഒരു പാൻറ്റീസിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലെ ലൈൻ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അൺഈവൻ ആയിട്ടുള്ള ക്ലോത്തൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുകൾ ഫോൾഡഡ് സൈഡിൽ നിന്ന് വലതുവശത്തേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ വീതിയാണ് 6 ഇഞ്ച് എടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ഫോൾഡഡ് സൈഡിൽ നിന്ന് നേരെ താഴേക്ക് 9 ഇഞ്ച് നീളം മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 9 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് 2.5 ഇഞ്ച് വലതുവശത്തേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ ക്രോച്ചിൻ്റെ ഏരിയ ആണത്. 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വശത്തെ നീളം 4.5 ഇഞ്ച്, നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അതിൻ്റെ അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റിൽ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ആ 4.5 ഇഞ്ചിൽ നിന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത 2.5 ഇഞ്ചിൻ്റെ ലാസ്റ്റ് എൻഡ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിടത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് നോട്ട് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു ഷേപ്പിൽ ഇങ്ങോട്ട് ഈ അറ്റത്തേക്ക് വരച്ചു കൊടുക്കാം. ആ 1/4 ഇഞ്ചിനെ ഒരു ഷേപ്പാക്കി ലാസ്റ്റ് വരെ വരച്ചു കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡിൽ നിന്നും ആ നടുക്കോട്ട് 1/4 ഇഞ്ച് ഷേപ്പിലാക്കിയിട്ട് വരച്ചു കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ്. പിന്നെ ഞാനിത് അരവണ്ണം ഇപ്പോൾ നമ്മൾ ഓരോ കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ചിരിക്കും കേട്ടോ. ചിലപ്പോൾ മെലിഞ്ഞ കുട്ടികളുണ്ടാവും, കുറച്ച് വണ്ണമുള്ള മക്കളുണ്ടാവാം. അപ്പം നമ്മൾ അരവണ്ണം എടുക്കുമ്പോൾ അരവണ്ണത്തിൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 20 ഇഞ്ചാണ് നമ്മുടെ കുട്ടിയുടെ അരവണ്ണം എങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ഒരു 28, 30 എടുത്താലും മതി. അതിനുശേഷം നമ്മൾ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ അരവണ്ണത്തിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വണ്ണം കറക്റ്റായിരിക്കും കിട്ടും കേട്ടോ. നമ്മൾ ഏറ്റവും മുകളിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, സ്ട്രെയിറ്റ് ലൈൻ. അൺഈവൻ ആയിട്ടുള്ള ക്ലോത്തിനെ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആ ഒരു ഇതും കൂടെ കട്ട് ചെയ്ത് മാറ്റണേ. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം. ഫ്രണ്ടും ബാക്കും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെട്ടിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത പാൻറ്റീസിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ 3/4 ഇഞ്ച് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നിന്ന് ഒരു 1/4 ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഷേപ്പായിട്ട് 3/4 ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, 3/4 ഇഞ്ച് ഉള്ളിലേക്ക് ഒരു റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്ത് ഞാൻ അടുത്ത പാൻറ്റീസിൽ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഇതേ അളവ് വെച്ചിട്ട് മറ്റൊരു പാൻറ്റീസിനും കൂടി ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് വേറെ മോഡലിൽ തയ്ക്കാനാണ്. രണ്ടും ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആ ഷേപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടോ, 1/4 ഇഞ്ച് കട്ട് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് കട്ട് ചെയ്യരുത്, ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് മാത്രം കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് നടുവേ മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു സൈഡിൽ നിന്ന് ആ മാർക്ക് ചെയ്ത 3/4 ഇഞ്ചിലേക്ക് വന്ന് ഷേപ്പ് ചെയ്ത് താഴെ വശത്തേക്ക് കൊണ്ടുപോയി അവസാനിപ്പിക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്ത ബ്ലൂ പാൻറ്റീസ് ഉണ്ടല്ലോ, അതിൻ്റെയും ഷേപ്പ് കട്ട് ചെയ്തത് ഇങ്ങനെയാണ്. തയ്ച്ചിട്ട് ബാക്കി വന്ന പീസൊക്കെ ഉണ്ടെങ്കിൽ ഉടുപ്പിൻ്റെ തന്നെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ബാക്കി വന്ന പീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതേ പീസ് കൊണ്ട് തന്നെ ഇതേപോലെ പാൻറ്റീസും കൂടി അടിച്ചെടുക്കാൻ പറ്റും.
കോട്ടൺ ആകുമ്പോൾ മക്കൾക്ക് ഇട്ട് നടക്കാൻ സുഖമുണ്ടാവും. ചെറിയ മക്കൾക്കല്ലേ പാൻറ്റീസൊക്കെ ഇഷ്ടം പോലെ ആവശ്യമുള്ളതല്ലേ. അപ്പോൾ ഇത് കുറച്ച് തയ്ക്കാൻ അത്ര അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്ത വീഡിയോ ആണ്. അറിയാവുന്നവർ, പാൻറ്റീസ് അടിക്കാൻ അറിയാവുന്നവരൊന്നും ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം ഏറ്റവും അടിഭാഗത്ത് 1/4 ഇഞ്ച് വിട്ടിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡും ഏറ്റവും മേലെ വശം ഉണ്ടല്ലോ, ഞാൻ ഈ ഹെമ്മിങ് ഫൂട്ട് വെച്ചിട്ട്, റോൾഡ് ഹെമ്മിങ് ഫൂട്ട് അറിയാമായിരിക്കുമല്ലോ, ഇത് വെച്ചിട്ടാണ് ലോക്ക് ചെയ്തെടുക്കുന്നത്. ഇതില്ലാത്തൊരു കുഞ്ഞ് അധികം കട്ടില്ലാണ്ട് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചാൽ മതി. അധികം വീതിയില്ലാണ്ട് മടക്കി തയ്ച്ചാൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ഈ മെഷീനായ ടേബിൾ ടോപ്പ് മെഷീൻ ആയതുകൊണ്ട് ഞാനത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചില പാൻറ്റീസൊക്കെ കണ്ടിട്ടില്ലേ, അടിഭാഗം ഇങ്ങനെ ഉരുട്ട് ഇരിച്ച് തയ്ച്ചെടുക്കുന്ന, നമ്മളിങ്ങനെ അംബ്രല്ല ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ കാണാറില്ലേ, അതുപോലെ. ഇത് ഫസ്റ്റ് തയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചു കൊടുത്താൽ, അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ മതി തുണി. എന്നിട്ട് അതിൻ്റെ ഒരു കൈ കൊണ്ട് അതിൻ്റെ മുകളിലൊന്ന് പൊന്തിച്ച് കൊടുക്കുക ആ ഒരു തയ്ച്ച് വരുന്ന ഭാഗമേ. അത് കഴിഞ്ഞ് തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി അങ്ങോട്ടേക്ക് എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് ഈ മോഡലിൽ തയ്ച്ചെടുത്താൽ, കാണാൻ ഭംഗി വേണ്ടിയിട്ട്. ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് 2 വശവും മുകളിലും താഴെയുള്ള ഭാഗവും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഉണ്ടാവും, നല്ല ഉരുണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും. ഫ്രോക്കൊക്കെ അടിക്കുമ്പോൾ ഈ ഒരു ഇത് വെച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുമേ. അപ്പോൾ നമ്മൾ 2 സൈഡ് അടിച്ചിട്ടുണ്ട്, മുകളിലും താഴെയും അടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. സൈഡ് വശത്തേക്ക് ഞാൻ വേണ്ടിയിട്ട് 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കാലിൻ്റെ വശം ഉണ്ടല്ലോ, അവിടേക്ക് വെക്കാൻ വേണ്ടിയിട്ട് 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് അടിക്കുന്നത്. അതായത് 1/2 ഇഞ്ച് ഇങ്ങോട്ട് വശത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്കിൽ കൂടെ തന്നെ അടിച്ചു പോകണം. ഫസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ടിട്ട് പിന്നെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ വലിച്ചു പിടിച്ച് ഇങ്ങനെ അടിച്ചാൽ മതി. ഇലാസ്റ്റിക് അടിക്കുന്ന സമയത്ത് ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചടിക്കണം, എങ്കിലാണ് ആ ചുരുക്ക് ഇട്ട് വരുള്ളൂ. ഇതേപോലെ 2 വശവും ചെയ്തെടുക്കണം. എൻ്റെ ഇലാസ്റ്റിക് നല്ലോണം വലിഞ്ഞു പോകുന്ന ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ എടുത്തതിൽ നിന്ന് ഇച്ചിരി കൂടുതൽ വന്നിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾക്ക് 8 അല്ലെങ്കിൽ 8.5 എടുത്താലും മതിയാവും. പിന്നെ വണ്ണം അനുസരിച്ച് എടുത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓരോ മക്കളുടെ കാലിൻ്റെ വണ്ണം ഉണ്ടല്ലോ, വണ്ണം അനുസരിച്ച് എടുത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് സൈഡ് രണ്ടും കൂട്ടി ജോയിൻ ചെയ്യാം. അതിനുശേഷം ഇനി നമുക്ക് ഇതേപോലെ മുകളിലും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ഇലാസ്റ്റിക് മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അരവണ്ണത്തിൻ്റെ 2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 13.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് 16 ഇഞ്ചാണ് വേണ്ടത്. ഞാൻ കുറച്ച് 13.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അരവണ്ണത്തിൻ്റെ കുറച്ചിട്ടാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ചില ഇലാസ്റ്റിക് ഉണ്ടല്ലോ നല്ലോണം വലിയുന്നതായിരിക്കും, ചിലത് അത്ര വലിയുന്നതായിരിക്കില്ല. അപ്പോൾ അത് ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു നമ്മളിങ്ങനെ കൈ വലിച്ചു നോക്കുമ്പോൾ അറിയാമല്ലോ,
അതനുസരിച്ചിട്ട് നമ്മളിതിൻ്റെ വീതി നീളം എടുക്കാവുള്ളേ. ഇപ്പം നമ്മുടെ പാൻറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റിയില്ലേ? വലിയ പണിയൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതെങ്ങനെയാണെന്ന്. ഇനി അടുത്തത് നമ്മൾ വേറൊരു പാൻറ്റീസ്, അത് ഭയങ്കര സിമ്പിളാണ്, അതും കൂടി കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ പീസ് എടുക്കുക. അതിൻ്റെ ഇത് നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടിഭാഗം ഇങ്ങനെ ചേർത്ത് അടിച്ചു കൊടുക്കണം. അതിന് ശേഷം ഇനി നമുക്ക് ഈ 2 വശങ്ങളുണ്ടല്ലോ, കാലിൻ്റെ ഭാഗം വരുന്നത്, അത് നമുക്ക് 1/4 ഇഞ്ച് ഇതിൽ ഇലാസ്റ്റിക് കടത്തിവിടാൻ പാകത്തിന് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി അടിക്കണം. അപ്പോൾ നമ്മളിത് മടക്കി അടിക്കുന്ന നേരത്ത് ചുളിവുകൾ വരും. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിൽ ഓരോ നോച്ച് ഇട്ട് കൊടുക്കുക, ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കുമ്പോൾ അതേ നമുക്കങ്ങനെ ചുളിവും ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കൂലേ, അങ്ങനെയൊന്നും വരില്ല. 2 സൈഡിലും അങ്ങനെ ഇതേപോലെ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്കിട്ട് മടക്കി അടിച്ചു നോക്കണേ. അപ്പോഴേ അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇലാസ്റ്റിക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഇതിൽ വൃത്തിയായിട്ട് അടിച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കടന്നു പോകേണ്ടതാണ്. ആ ഒരു ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റീസാണ്. കട്ടിങ് രണ്ടിൻ്റെയും കട്ടിങ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇലാസ്റ്റിക് നമ്മൾ ഒന്ന് ഉള്ളിൽ കൊടുത്തു, ഒന്ന് നമ്മൾ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്കുന്നു, ഒന്ന് പുറത്ത് കൊടുക്കുന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പെട്ടെന്ന് തയ്ച്ചെടുക്കാനും പറ്റും. നമ്മളിപ്പോൾ അത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ 2 വശത്തും അടിച്ചെടുക്കുക. ഇപ്പോൾ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ നോച്ചിട്ടിട്ട് അടിച്ചതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വൃത്തിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റിയത്. ഞാൻ ഇതിൽ 8.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത്. ഒരു ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് കടത്തി വിടുന്നുണ്ട്. 8.5 ഇഞ്ചിൻ്റെ 2 ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്, 2 സൈഡിലേക്കും വെക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു പിന്ന് ഉപയോഗിച്ച് ഇതിൽ ഉള്ളിൽ കൂടെ കയറ്റി വിടുക. ലാസ്റ്റ് എത്തുമ്പോൾ അങ്ങനെ ഇതിൽ ഈ ഒരു അറ്റത്ത് എത്തിച്ചിട്ട് നമുക്ക് ഈ അറ്റത്ത് ലോക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ അവിടെ ആ ഒരു അറ്റം ലോക്ക് ചെയ്തതിന് ശേഷം സേഫ്റ്റി പിന്ന് ഊരിയിട്ട് ആ വശവും കൂടെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കണം. ഇനി അപ്പുറത്തെ വശത്തേക്കും കൂടെ അതേപോലെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ 2 വശത്തും ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യുവാണ്. രണ്ട് വശവും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ മുകൾ ഭാഗവും 1/4 ഇഞ്ച് ഇലാസ്റ്റിക് കടത്തി വിടുന്ന രീതിയിൽ മടക്കി അടിച്ചതിന് ശേഷം ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പാൻറ്റീസിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഇതുപോലത്തുള്ള പാൻറ്റീസ് നിങ്ങളെല്ലാവർക്കും തയ്യൽ അറിയാവുന്ന വീട്ടിൽ മെഷീനുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോസ് ഇടാൻ എനിക്കതൊരു പ്രചോദനമായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ മോഡലുമായിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.